നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് രാത്രി നമസ്കാരം. രാത്രി നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് നല്ല ധാരണയുമുണ്ട്. മിക്ക ആളുകളും രാത്രി നമസ്കരിക്കുന്നവരാണ്. അതിൻ്റെ സമയം ഇശാ നമസ്കാരത്തിൻ്റെ സമയമായാൽ ഇശ നമസ്കരിച്ച് കഴിയുന്ന ഒരാൾക്ക് സുബഹിക്കടയിൽ ഏത് സമയത്തും സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ, ഫജ്ർ ആകുന്നത് വരെ, ഫജ്ർ സ്വാദിഖ് ആകുന്നത് വരെ അയാൾക്ക് നമസ്കരിക്കാം. ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ പല ആളുകളും രാത്രി 11 നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ചില ആളുകൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയും അങ്ങനെ രാത്രി നമസ്കാരത്തിന് പ്രത്യേകമായ ഒരു നിയമവും മാനദണ്ഡവും ഇല്ല എന്ന രൂപത്തിൽ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം, അത് അങ്ങനെ രാത്രി ഒരു നമസ്കാരമേ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ള ചില അബദ്ധധാരണകൾ പലപ്പോഴും നമ്മൾക്കിടയിലേക്കും കയറി വന്നിട്ടുണ്ട്. അതിനാലാണ് ഈ കാര്യം സംസാരിക്കാമെന്ന് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ ധാരാളമായി സ്ത്രീകളാണ് സുന്നത്ത് നമസ്കാരങ്ങളിലും സുന്നത്ത് നോമ്പുകളിലുമൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നത് ഇതിലൊരു വിഷയമാണ്. പ്രത്യേകിച്ച് രാത്രി ഉറക്കം കുറഞ്ഞിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ പ്രത്യേകിച്ചും, അവരിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, 11 റക്അത്താണെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നിസ്കരിച്ച് കളയാം എന്ന് വിചാരിച്ച് വീണ്ടും രാത്രി നിസ്കാരം എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്കരിക്കുന്ന ഒരവസ്ഥ പലരിലും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ചിലരതിന് പ്രചാരം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ളത് മാക്കാന യസീദ് ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ റമളാനിലായാലും അല്ലെങ്കിലും 11-ൽ കൂടുതൽ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടില്ല. അപ്പോൾ ഈ നമസ്കാരത്തിൻ്റെ രൂപം നമുക്കൊക്കെ അറിയാം. ഈ രണ്ട് റക്അത്ത് വീതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. എന്നാൽ ആ 2-ന് പുറമെ ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിച്ച് നമസ്കരിച്ചതൊക്കെ കാണാം. ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ 9 റക്അത്ത് ഒന്നിച്ച് നമസ്കരിക്കുന്നത്, അതുപോലെ 13 റക്അത്ത് നിസ്കരിക്കും, അതിൽ 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കും, എന്നിട്ട് വിത്റാക്കും. പിന്നെ ഈ പറയുന്നത് ഓരോ നമസ്കാരത്തിൻ്റെയും സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രീതി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 നിസ്കരിക്കും, ചില സമയത്ത് 5 നിസ്കരിക്കും, ചില സമയത്ത് 7 നിസ്കരിക്കും, ചില സമയത്ത് 9 നിസ്കരിക്കും. ഇങ്ങനെ നിസ്കരിക്കുന്നതിനിടയിൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് എന്നതിൽ നിന്ന് മാറി ഒന്നിച്ച് നിസ്കരിക്കുന്നത് തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റക്അ, 13 റക്അത്ത് നിസ്കരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം. ഇതിൽ 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്താണ് എന്നുള്ളത് പ്രസിദ്ധമായ കാര്യമാണല്ലോ. യൂത്തിറു മിൻഹാ ബി 5, ചില സമയങ്ങളിൽ 5-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കും. ലാ യജ്ലിസു ഫീ ഷൈഇൻ മിനൽ 5 ഹത്താ യജ്ലിസ ഫിൽ ആഖിറത്തി ഫയുസല്ലി. നിങ്ങൾ നോക്കൂ, ഈ 5 റക്അത്ത് നബി നിസ്കരിക്കും എന്ന് പറഞ്ഞത് 5-ൽ ഒന്നിച്ച് നിസ്കരിക്കുകയാണ്. അതിനിടയിൽ ലാ യജ്ലിസു ഫീ ഷൈഇൻ മിനൽ 5, ഈ 5-ൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറില്ല. ഹത്താ യജ്ലിസ ഫിൽ ആഖിറ, അവസാനത്തെ, ഫയുസല്ലിമ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വിട്ടാണ്. എന്നാൽ 5-ഉം ഒന്നിച്ച് നിസ്കരിക്കും, 7-ഉം ഒന്നിച്ച് നിസ്കരിക്കും, 9 ഒന്നിച്ച് നിസ്കരിക്കും. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമസ്കാരം ചുരുങ്ങിയത് 1 റക്അത്തും ഏറിയാൽ 11 റക്അത്തുമാണ്. 13 റക്അത്ത് എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം അവിടെ തന്നെ വന്നിട്ടുണ്ട്. സുബഹിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള 2 റക്അത്തും കൂടി ഉൾപ്പെടുത്തിയിട്ട് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ നിസ്കരിച്ച് കിടന്ന ഒരാൾ, 11 നിസ്കരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞ ഒരാൾ പിന്നീട് അന്ന് രാത്രി നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 വിത്തർ ഒരു രാത്രി ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരമൊക്കെ ഈ പറഞ്ഞതുപോലെയാണ്. കൈഫ സ്വലാത്തുൽ ലൈലി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വലാത്തുൽ ലൈലി മഥ്ന മഥ്ന മഥ്ന, ഈ രണ്ട് റക്കായത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഫൈദാ ഖിഫ്ത സുബ്ഹ ഫഔത്തിർ ബിവാഹിദ, സുബ്ഹി ആകും എന്ന് കണ്ടാൽ നീ നിസ്കരിച്ച നിസ്കാരം മുഴുവൻ ഒറ്റയാക്കി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു റക്കായത്ത് നമസ്കരിച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ചില സമയത്ത് എന്ത് ചെയ്യും? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മിൻ കുല്ലി ലൈലി ഖദ് ഔത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള രാത്രിയുടെ എല്ലാ യാമങ്ങളിലും റസൂലുള്ള ഒറ്റയാക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് മിൻ അവ്വലിൽ ലൈലി, ചില സമയത്ത് രാത്രിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വിത്രാക്കി നമസ്കരിച്ച് കിടക്കും. വ ഔസത്തുഹി, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ മധ്യമ ഭാഗത്തെത്തുമ്പോൾ വിത്രാക്കി അവസാനിപ്പിക്കും. വ ആഖിരിഹി, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അവസാന യാമത്തിൽ വിത്രാക്കി ഫന്തഹ വിത്രുഹു ഇലസ്സഹരി, ചില സമയത്ത് അത്താഴ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും എന്നാണ്, സുബ്ഹി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സുബ്ഹിൻ്റെ തൊട്ട് മുമ്പ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കും. ഇതൊക്കെ ഈ നിസ്കാരം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് 11 റക്അത്ത് മാത്രമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ 11 നിസ്കരിച്ച് കിടന്ന ഒരാൾ, അല്ലെങ്കിൽ രാത്രി 5 നിസ്കരിച്ച് ഒറ്റയാക്കിയ ഒരാൾ, 3 നിസ്കരിച്ച് ഒറ്റയാക്കിയ ഒരാൾ, 7 നിസ്കരിച്ച് ഒറ്റയാക്കി അവസാനിപ്പിച്ച ഒരാൾ, പിന്നീട് ആ രാത്രി നമസ്കാരമുണ്ടോ? ഈ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ശേഷം നമസ്കരിച്ചതായി തെളിവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ഹദീസുകൾ വന്നിട്ടില്ല. നേരെ മറിച്ച് അതോടുകൂടി ആ നമസ്കാരം, രാത്രി നമസ്കാരം അവസാനിച്ചു. ഇപ്പോൾ ചില ആളുകൾ അതിനുശേഷം വീണ്ടും നിസ്കരിക്കുന്നു, 2 നിസ്കരിക്കുന്നു, 4 നിസ്കരിക്കുന്നു, 6 നിസ്കരിക്കുന്നു. 2 വിത്തറില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ രാത്രി എത്ര നിസ്കരിക്കാമെന്നാണല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രവാചക തിരുമേനി ഇത് പഠിപ്പിച്ച പ്രവാചക തിരുമേനി വിത്തർ നമസ്കാരത്തിന് ശേഷം സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ഏറി വന്നാൽ നിസ്കരിക്കാവുന്നൊരു നിസ്കാരം, രാത്രി വിത്തറൊക്കെ നിസ്കരിച്ച് കിടന്ന് അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉണർന്നതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കിടക്കുന്നില്ല അയാൾ ഒളുവെടുത്തു എന്ന് വിചാരിക്കാം. ഒളുവിൻ്റെ മുത്തലക്കായ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമേ അയാൾക്കുള്ളൂ. അത് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. ആ ഒളുവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന് സ്ഥിരമായി നിസ്കരിക്കേണ്ട ഒരു സുന്നത്തല്ല. അയാൾക്ക് ആവശ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതുപോലെ 2 റക്അത്ത് നമസ്കരിക്കാം. അല്ലാതെ അത് രാത്രി നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല. പകൽ ഒളുവെടുത്താലും ആ 2 റക്അത്ത് ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അല്ലാതെ വിത്തർ നമസ്കരിച്ച് കഴിഞ്ഞ ഒരാൾ പിന്നീട് രാത്രി നമസ്കാരം എന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ മസ്അല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് വിത്തർ ആക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഒരു 8 റക്അത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ഒരു 8 റക്അത്ത് നിസ്കരിക്കാൻ വിചാരിച്ചാൽ ആദ്യത്തെ 1 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പമുള്ള റക്അത്ത് അവസാനത്തിലേക്ക് നീട്ടിവെക്കുക. അങ്ങനെ ഈ രണ്ട് നിസ്കരിക്കുക. ആദ്യം 1 റക്അത്ത് നിസ്കരിച്ചു, പിന്നീട് 2 വീതം നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെയുള്ള 1 റക്അത്ത് അവസാനം വെച്ച് ഒറ്റയാക്കുക. അങ്ങനെ ഒരു കൃത്രിമമായ ഒറ്റയാക്കൽ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അല്ലാതെ, പഠിപ്പിച്ചതുപോലെ അല്ലാതെ ഒരിക്കലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതി അവലംബിക്കാൻ പാടില്ല. കാരണം റസൂലുള്ള പറഞ്ഞത് 2 കാര്യമാണ്. ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി, ഞാൻ എപ്രകാരമാണോ നമസ്കരിച്ചത് അപ്രകാരമാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അപ്പം ഈ 2 ഹദീസുകൾ മാത്രമല്ല, നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. വമാ അത്താക്കുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു, അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹിൻ്റെ റസൂല് വിലക്കിയത് നിങ്ങൾ വിലങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹിൻ്റെ സുന്നത്തുമാണ്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലിഹി, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു,
ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴക്കുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ ചര്യക്കപ്പുറം ഏത് മഹാന്മാർ പറഞ്ഞാലും ഏത് പണ്ഡിതന്മാർ പറഞ്ഞാലും ആ പണ്ഡിതന്മാരോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ജീവിക്കും എന്ന് തീരുമാനിച്ചവരാണ്. അതാണ് ഇസ്ലാമിൻ്റെ രീതി. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും റസൂലുള്ളാഹിൻ്റെ ചര്യയിലേക്കും മടക്കണം എന്നുള്ളിടത്തേക്ക് മടങ്ങി നോക്കിയാൽ റസൂലുള്ള രാത്രി ഒരേ ഒരു നമസ്കാരമേ നിർവഹിച്ചിട്ടുള്ളൂ. ആ നമസ്കാരത്തിൻ്റെ പേരാണ് വിത്ർ, ആ നമസ്കാരത്തിൻ്റെ പേരാണ് തഹജ്ജുദ്, ആ നമസ്കാരത്തിൻ്റെ പേരാണ് ഖിയാമുൽ ലൈൽ, ആ നമസ്കാരത്തിൻ്റെ പേരാണ് തറാവീഹ്, ആ നമസ്കാരത്തിൻ്റെ പേരാണ് ഖിയാമു റമളാൻ. ഇതൊക്കെ ഒരൊറ്റ നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. ഒറ്റയാക്കുന്നത് കൊണ്ട് വിത്ർ എന്ന് പേര് വന്നു, രാത്രിയായതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പേര് വന്നു. റമളാനിൽ പ്രത്യേകമായി പള്ളിയിൽ വെച്ച് സംഘടിച്ച് നമസ്കരിച്ചതുകൊണ്ട് ഖിയാമു റമളാൻ എന്ന് പേര് വന്നു. പ്രത്യേകമായി രാത്രി എഴുന്നേറ്റ് അതിനുവേണ്ടി മാത്രം എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് തഹജ്ജുദ് എന്ന് പേര് വന്നു. ഇതൊക്കെ ഈ നിസ്കാരത്തിൻ്റെ പേരാണ്. പണ്ഡിതന്മാർ നൽകിയ പേരാണ് തറാവീഹ്. വിശ്രമിച്ച് 2-4 റക്അത്തൊക്കെ നിസ്കരിച്ച് സുദീർഘമായി ഓതി നിസ്കരിക്കുന്നത് കൊണ്ട് അതിന് വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവീഹ് എന്ന് പേര് വന്നു. ഈ നമസ്കാരം ഒരേ ഒരു നമസ്കാരമാണ്. ചുരുങ്ങിയാൽ 1 റക്അത്ത്, ഏറിയാൽ 11 റക്അത്ത്. ഇതെങ്ങാനും ഒരാൾ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാൾ അത് വിട്ടുപോയാൽ അയാൾക്ക് പകലിൽ നമസ്കരിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പകലിൽ നിസ്കരിച്ചിരുന്നു. പക്ഷേ ആ നിസ്കാരത്തിൻ്റെ റക്അത്ത് 12ആണ്. കാരണം രാത്രിയാണ് ഒറ്റ, പകലിൽ ഒറ്റയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 12 റക്അത്തായിട്ട് നിസ്കരിച്ചിരുന്നു. കാരണം നബിക്ക് ആ നമസ്കാരം നാഫിലത്തല്ലക്ക, പ്രവാചകന് വർധനവായി അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു എന്ന വിവരം നമ്മൾക്കറിയാം. യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാത്ത നമസ്കാരമായിരുന്നു രാത്രി നമസ്കാരം. അതിന് ഏതൊക്കെ സമയത്ത് എങ്ങനെ അവരവരുടെ സൗകര്യം പോലെ നിർവഹിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വ്യത്യസ്തമായ സമയങ്ങളിലാണ് നമസ്കരിച്ചിരുന്നത്. ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശം നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.